ശിഖ്രസ്ഥലനം ഇജാക്കുലേഷൻ എന്നത് ലൈംഗിക ഉത്തേജനത്തിന്റെ ഫലമായി പുരുഷലിംഗത്തിലൂടെ ബീജമടങ്ങിയ സെമൻ പുറത്തേക്ക് വരുന്ന പ്രക്രിയയാണ്. ഇത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ ഒരു സ്വാഭാവിക ശാരീരിക പ്രവർത്തനമാണ്. ഇതിനെക്കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ലൈംഗിക ഉത്തേജനം ഒരു നിശ്ചിത ഘട്ടത്തിലെത്തുമ്പോൾ ഓർഗാസം തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങളനുസരിച്ച് പ്രത്യുൽപാദന അവയവങ്ങളിലെ പേശികൾ ചുരുങ്ങുകയും സെമൻ പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. 2. ഘട്ടങ്ങൾ. ശിഖ്രസ്ഥലനം സാധാരണയായി 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. എമിഷൻ വൃഷണങ്ങളിൽ നിന്നും അനുബന്ധ ഗ്രന്ഥികളിൽ നിന്നുമുള്ള ദ്രാവകങ്ങൾ ചേർന്ന് സെമൻ രൂപപ്പെടുകയും അത് മൂത്രനാളിയിലേക്ക് ഉരീത്ര എത്തുകയും ചെയ്യുന്ന ഘട്ടം. എക്സ്പൾഷൻ ലിംഗത്തിന്റെ അടിഭാഗത്തുള്ള പേശികൾ ശക്തമായി ചുരുങ്ങുന്നതുവഴി സെമൻ പുറത്തേക്ക് വരുന്ന ഘട്ടം. 3. സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. ചിലരിൽ ശിഖ്രസ്ഥലനവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ കണ്ടുവരാറുണ്ട്. ശീഘ്രസ്ഖലനം, പ്രീമേച്ചർ എജാക്കുലേഷൻ. ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപേ അല്ലെങ്കിൽ ലൈംഗിക ബന്ധം ആരംഭിച്ച് വളരെ വേഗത്തിൽ തന്നെ സ്ഖലനം സംഭവിക്കുന്ന അവസ്ഥ. വൈകിയുള്ള സ്ഖലനം, ഡിലേഡ് എജാക്കുലേഷൻ. ഉത്തേജനമുണ്ടായിട്ടും സ്ഖലനം നടക്കാൻ വളരെയധികം സമയമെടുക്കുകയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. റിട്രോഗ്രേഡ് എജാക്കുലേഷൻ സെമൻ പുറത്തേക്ക് വരുന്നതിന് പകരം മൂത്രസഞ്ചിയിലേക്ക് ബ്ലാഡർ തിരികെ പോകുന്ന അവസ്ഥ. ശ്രദ്ധിക്കുക, ഇത് തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. എന്നാൽ ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയോ വേദനയോ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ യൂറോളജിസ്റ്റ് കണ്ട് ഉപദേശം തേടുന്നത് നന്നായിരിക്കും.